ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കർത്താവ് എലീശയുടെ ദാസന്റെ കണ്ണുകൾ തുറന്നു എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 2 രാജാക്കന്മാർ 6-ാം അധ്യായം 17-ാം വാക്യം. പിന്നെ എലീശ പ്രാർത്ഥിച്ചു, യഹോവ ഇവൻ കാണത്തക്കവണ്ണം ഇവന്റെ കണ്ണു തുറക്കണമേ എന്ന് പറഞ്ഞു. യഹോവ ബാല്യക്കാരന്റെ കണ്ണു തുറന്നു. എലീശയുടെ ചുറ്റും അഗ്നിമയമായ കുതിരകളും രഥങ്ങളും കൊണ്ട് മല നിറഞ്ഞിരിക്കുന്നത് അവൻ കണ്ടു. കർത്താവ് ബർത്തിമായുടെ കണ്ണുകൾ തുറന്നു. അപ്പോൾ അയാൾക്ക് ലോകത്തിലെ എല്ലാ കാര്യങ്ങളും സന്തോഷത്തോടെ കാണാൻ കഴിഞ്ഞു. കർത്താവ് ഒരു മനുഷ്യന്റെ ആത്മീയ കണ്ണുകൾ തുറക്കുമ്പോൾ അവൻ അവന്റെ ആത്മാവിന്റെ സുഹൃത്തിനെ കാണാൻ കഴിയും, അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ. മനസ്സിന്റെ കണ്ണുകൾ തുറക്കുമ്പോൾ തിരുവെഴുത്തിലെ രഹസ്യങ്ങളും മറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങളുടെ ആത്മീയ കണ്ണുകൾ തുറക്കുമ്പോൾ നിങ്ങൾക്ക് ആത്മമണ്ഡലവും കാണാൻ കഴിയും. ദൈവദൂതന്മാരെയും സ്വർഗവും നിത്യതയും പോലും കാണാൻ സാധിക്കും. അരാം രാജാവിന്റെ സൈന്യത്തെ കണ്ടപ്പോൾ എലീശയുടെ ദാസൻ ഭയന്നു വിറച്ചു. അതെ, ജഡത്തിന്റെ കണ്ണുകൾ ശത്രുക്കളെ നോക്കുകയും നിങ്ങളെ ഭയപ്പെടുത്തുകയും ചെയ്യുന്നു. എന്നാൽ ദൈവമക്കളുടെ കണ്ണുകൾ ദൈവത്തിന്റെ ദൂതന്മാരെയും അവരുടെ പക്ഷത്തുള്ള അഗ്നിരഥങ്ങളെയും നോക്കി ബലപ്പെടുന്നു. നമുക്കെതിരെ നിൽക്കുന്നവരെക്കാൾ വലുതാണ് നമ്മുടെ കൂടെയുള്ളവർ. ഈ വാക്യത്തിന്റെ മൂലപദം നിങ്ങൾ പഠിക്കുമ്പോൾ ഇനി പറയുന്ന രീതിയിൽ വിവർത്തനം ചെയ്യുന്നു. നമ്മുടെ കൂടെയുള്ളവൻ അവരോടൊപ്പമുള്ളവരെക്കാട്ടിലും വലിയവരാണ്, കാരണം നിങ്ങളിലുള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനാണ്. 1 യോഹന്നാൻ 4-ാം അധ്യായം 4-ാം വാക്യത്തിൽ നമുക്കിത് കാണാൻ സാധിക്കും. കർത്താവ് യോശുവയുടെ കണ്ണു തുറന്നപ്പോൾ ഊരിപ്പിടിച്ച വാളുമായി സ്വർഗീയ സൈന്യങ്ങളുടെ അധിപനായി കർത്താവ് അവിടെ നിൽക്കുന്നത് കണ്ടു. ആ ദർശനത്തോടെ അവൻ യെരിഹോ യുദ്ധത്തിൽ വിജയം നേടി. നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. അതിനാൽ നിങ്ങൾ അവനെ ആരാധിക്കുമ്പോഴെല്ലാം ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾക്ക് കാണാൻ കഴിയും. ദൈവത്തെ ആരാധിക്കാൻ ആയിരക്കണക്കിന് ദൂതന്മാർ നിങ്ങളോടൊപ്പം ചേരുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും. ഈ ലോകത്തിലെ ആളുകൾക്ക് പണശക്തി ഉണ്ടായിരിക്കാം, അവരുടെ ആജ്ഞയിൽ സൈന്യങ്ങൾ ഉണ്ടായിരിക്കാം, ധാരാളം ദുഷ്ടന്മാർ ഉണ്ടായിരിക്കാം. എന്നാൽ ഞങ്ങളുടെ ഭാഗത്ത് അഗ്നിരഥങ്ങളും കുതിരകളുമുണ്ട്. ദുഷ്ടന്മാരെ എന്തിനു ഭയപ്പെടണം? നീതിമാൻ സിംഹത്തെ പോലെ ധൈര്യപ്പെട്ടവരല്ലയോ എന്ന് സദൃശവാക്യങ്ങൾ 28-ാം അധ്യായം 1-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. പുഴുവായ യാക്കോബെ, ഭയപ്പെടേണ്ട. ഇസ്രായേൽ പുരുഷന്മാരെ, ഞാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഇസ്രായേലിന്റെ പരിശുദ്ധനും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനുമായ യഹോവ അരുളി ചെയ്യുന്നു എന്ന് യെശയ്യാവ് 41-ാം അധ്യായം 14-ാം വാക്യത്തിൽ കാണാൻ സാധിക്കുന്നു. എലീശയുടെ പ്രാർത്ഥനകൾ ദൈവത്തെ അറിയുന്ന അവന്റെ ദാസന്റെ കണ്ണുകൾ തുറന്നു. ദൈവത്തെ അറിയാത്ത അരാം സൈന്യത്തിന്റെ കണ്ണുകളും തുറന്നു. ഇത് 2 രാജാക്കന്മാർ 6-ാം അധ്യായം 20-ാം വാക്യത്തിൽ കാണാൻ സാധിക്കും. അതെ, ദൈവത്തെ അറിയാത്തവരുടെ കണ്ണുകൾ തുറക്കണം. അങ്ങനെ അവർ ദൈവത്തെക്കുറിച്ചുള്ള അറിവിലേക്ക് വരും. ദൈവത്തെ അറിയുന്നവരുടെ കണ്ണുകൾ തുറക്കപ്പെടണം. അങ്ങനെ അവരുടെ യുദ്ധങ്ങളിൽ പോരാടാൻ കർത്താവ് അവരുടെ അരികിൽ നിൽക്കുന്നത് അവർക്ക് കാണാൻ കഴിയും. ദൈവമക്കളെ, കർത്താവ് നിങ്ങൾക്കായി കരുതി വെച്ചിരിക്കുന്ന അഗ്നികുതിരകളെയും രഥങ്ങളെയും കാണാൻ നിങ്ങളുടെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം സങ്കീർത്തനങ്ങൾ 121-ാം അധ്യായം 1-2 വാക്യങ്ങൾ. ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എന്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഇന്നത്തെ ബൈബിൾ വായന രാവിലെ സങ്കീർത്തനങ്ങൾ 110, 111, 112 അധ്യായങ്ങൾ. വൈകുന്നേരം 1 കൊരിന്ത്യർ 5-ാം അധ്യായം. ആമേൻ.